നമ്മളാദ്യം നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട്. അത് ഈ പുതിയ നിയമത്തിന്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിയാണ്. മുത്തവല്ലിയാണ് ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്? അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് അല്ലേ? നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ് ചെയർമാൻ അല്ലേ? ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ BJPക്ക് എതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി എറണാകുളത്ത് വന്ന വരാപ്പുഴയിലെ ബിഷപ്പ്മാരെയോട് കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന വാക്ക് കൊടുത്താണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ, രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് വഖഫ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കിൽ ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ൻ്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അത് നമ്മളത് എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഇടപെടലുണ്ടാവും. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ്, അവിടെ ആ പാവപ്പെട്ട മനുഷ്യർ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് അത് പ്രൊട്ടക്റ്റ് ചെയ്യും അവരെ. പിന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനവും ആ ഭൂമിയിലെ പൂർണ്ണ അവകാശവും കൂടി അവർക്ക് വാങ്ങിച്ചു. അതൊക്കെ നേരത്തെ പറഞ്ഞതാണല്ലോ. എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഒരേ കാര്യം ആവർത്തിച്ച് പറയണത് തന്നെ. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇപ്പം ചോദിക്കുന്നത്? കുത്തിത്തിരിപ്പാണ് അത് ചോദിക്കുന്നത്. അത് വേണ്ട, എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിക്കണ്ട.